ഡിസംബർ 9, 11 തീയതികളിൽ സംസ്ഥാനത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികളെല്ലാം, പ്രധാന മുന്നണികളെല്ലാം, ഇടതുമുന്നണിയും UDFും NDAയും എല്ലാം പ്രചരണത്തിന്റെ ചൂടിൽ തന്നെയാണുള്ളത്. രണ്ടാം ഘട്ട പ്രചരണം മുന്നണികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ തെക്കൻ കേരളത്തിലും ഡിസംബർ 9-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിൽ മലബാറിൽ ഡിസംബർ 11-നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ഇരുമുന്നണികളും, അതായത് LDFും UDFും ജീവൻ മരണ പോരാട്ടമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിനകത്ത് മികച്ച വിജയം നേടുക എന്നതാണ് ഇടതുമുന്നണിയുടെയും UDFന്റെയും സ്വപ്നം. സംസ്ഥാന സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ വർഗീയ പ്രീണന നയങ്ങൾ, ഇതെല്ലാം തുറന്നു കാണിച്ചുകൊണ്ടാണ് UDF ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കോൺഗ്രസും UDFും അധികാരത്തിൽ വന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ UDF നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ചോദിച്ചുകൊണ്ട് അത് ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടാണ് UDF ഇത്തവണ വോട്ട് ചോദിക്കുന്നത്. വലിയ വിജയം ഇത്തവണ നേടാൻ കഴിയുമെന്നാണ് UDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട കോർപ്പറേഷനുകളും നഗരസഭകളും ബ്ലോക്ക് പഞ്ചായത്തുകളും ജില്ലാ പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളും തിരിച്ചു പിടിക്കാമെന്ന് കോൺഗ്രസ് UDF സ്വപ്നം കാണുകയാണ്. മറുഭാഗത്ത് ഇടതുമുന്നണി സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ, ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിച്ചതുൾപ്പെടെയുള്ള വിഷയങ്ങൾ, സംസ്ഥാനത്ത് നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം തങ്ങൾക്ക് വോട്ടായി മാറ്റുമെന്ന പ്രതീക്ഷയാണ് ഇടതുമുന്നണി ക്യാമ്പിനുള്ളത്. NDA ക്യാമ്പ് മാറ്റത്തിന് ഒരു വോട്ട് എന്ന് ചോദിച്ചുകൊണ്ടാണ് അവർ രംഗത്ത് വന്നിരിക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെ ഇത്തവണ തങ്ങൾക്ക് അധികാരം പിടിക്കാൻ കഴിയുമെന്നാണ് BJP ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ. രാജീവ് ചന്ദ്രശേഖരൻ പ്രസിഡന്റായതിനു ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പിൽ മിന്നും വിജയം സ്വന്തമാക്കാൻ IT പ്രൊഫഷണലുകളെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ തരത്തിൽ PR വർക്കുകൾ നടത്തിയാണ് BJP തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. 14 ജില്ലകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള 14 ജില്ലകളിലും തെരഞ്ഞെടുപ്പിന്റെ ചൂട് അതിന്റെ ഉച്ചസ്ഥായിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ദേശീയ സംസ്ഥാന നേതാക്കന്മാർ വിവിധ ജില്ലകളിൽ പ്രചരണത്തിനെത്തുന്നു. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലകളിൽ ഇടതുമുന്നണിക്ക് വേണ്ടി പ്രചരണം നടത്തുമ്പോൾ MP-മാരും MLA-മാരും KPCC ഭാരവാഹികൾ അടക്കമുള്ളവർ വിവിധ ജില്ലകളിൽ കോൺഗ്രസിന്റെയും UDFന്റെയും പ്രചരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയാണ്. എന്തായാലും വീറും വാശിയും നിറഞ്ഞ ഒരു തെരഞ്ഞെടുപ്പ് യുദ്ധത്തിനാണ് കേരളം ഇപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. ആര് വാഴും ആര് വീഴുമെന്നറിയാൻ ഡിസംബർ 13 വരെ കാത്തിരിക്കണം. കൂട്ടിയും കിഴിച്ചും ഓരോ വോട്ടുകളും തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള പരിശ്രമമാണ് സ്ഥാനാർത്ഥികളുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വീട് കയറിയുള്ള പ്രചരണങ്ങൾ, കുടുംബ സംഗമങ്ങൾ, പൊതുസമ്മേളനങ്ങൾ ഉൾപ്പെടെ നടത്തി റോഡ് ഷോകളും മറ്റും ചെറുതായി നടത്തിക്കൊണ്ടാണ് പ്രചരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഒരു പൊതു തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയിലേക്ക് കേരളം എത്തിയിരിക്കുന്നു. സാധാരണക്കാരായ പ്രവർത്തകർ മാറ്റുരയ്ക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ആര് ജയിച്ചാലും അത് കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ചർച്ചാ വിഷയമാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഈ ലഭ്യമാകുന്ന വിവരമനുസരിച്ച് സ്ഥാനാർത്ഥി നിർണയമെല്ലാം നേരത്തെ പൂർത്തീകരിച്ച UDFും കോൺഗ്രസും ഒരുപടി മുന്നിലാണ് പ്രചരണ പ്രവർത്തനങ്ങളിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ വിജയം നേടാൻ കഴിയുമെന്നാണ് കോൺഗ്രസ് ക്യാമ്പിന്റെ കണക്കുകൂട്ടൽ.